ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. ചേലക്കര എളനാട് തിരുമണിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച സംഭവത്തിൽ വനാതിർത്തിയിൽ സൗരോർജ്ജ വേലി നിർമ്മിക്കുമെന്ന് UR പ്രദീപ് MLA. ചേലക്കര മണ്ണാത്തിപ്പാറ മുതൽ പഴയന്നൂർ തിരുമണി വരെയുള്ള 29.5 കിലോമീറ്റർ പ്രദേശത്താണ് സൗരോർജ്ജ വേലി നിർമ്മിക്കുക. നിലവിൽ പ്രദേശവാസികൾ സുരക്ഷിതരാണെന്ന് MLA പറഞ്ഞു. ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ എളനാട് പ്രദേശത്തും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ചേലക്കര പ്രദേശത്തുമെല്ലാം ആനകൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടാൻ സൗകര്യമുള്ളതുകൊണ്ടാണ് അവർ സഞ്ചരിക്കുന്ന വഴി കൂടെ വീണ്ടും വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ആനകൾ വരുന്നത് ഏകദേശം ഇപ്പോൾ കുതിരാംപാലം തുരങ്കം തുറന്ന ശേഷമാണ് ആനകളുടെ വരവ് ചേലക്കര ഭാഗത്തും എളനാട് ഭാഗത്തും കണ്ടു തുടങ്ങിയത്. അപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ പ്രിയങ്കരനായ ഇപ്പോഴത്തെ MP അദ്ദേഹം മന്ത്രിയുള്ള സമയത്ത് സോളാർ ഫെൻസിങ് ഉൾപ്പെടെ കാര്യങ്ങൾ പ്രപ്പോസൽ കൊടുക്കുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പണി തോട്ടേക്കോട് മുതൽ ഉണ്ണാത്തിപ്പാറ മുതൽ പണി ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് അതിൻ്റെ പരിപാടി തുടക്കം കുറിച്ചത്. ഏതായാലും ഇവിടെ ജനങ്ങളുടെ സുരക്ഷതയും കൃഷിക്കാരുടെ സുരക്ഷയും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രദേശത്ത് ആനകൾ വന്ന് തുടങ്ങിയപ്പോൾ ഈ വനാതിർത്തി പ്രദേശത്ത് കമ്പിവേലി സ്ഥാപിച്ച് സോളാർ കമ്പിവേലി സ്ഥാപിച്ച് ആനകളെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംരക്ഷണം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുള്ളത്. അത് മണ്ണാത്തിപ്പാറ മുതൽ ഇപ്പുറത്ത് എളനാട് പ്രദേശത്തെ തിരുമണി വരെ അറ്റം വരെ വരുന്ന പ്രദേശത്തേക്കാണ് ഇതിൻ്റെ വർക്ക് ടെൻഡർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാട്ടാനകൾ ഇറങ്ങി പ്രദേശത്തെ കൃഷി നശിപ്പിച്ചത്. രാത്രിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ പരിശോധന നടത്തും. രാത്രി പ്രദേശവാസികൾ പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട്. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ MK സനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും MLAക്കൊപ്പം എത്തിയിരുന്നു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.